ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പൊട്ടിയ ഗ്ലാസ് ജാറിൽ ഒരു സിങ്കോണിയ പ്ലാന്റ് നടുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിരിക്കുന്നു. അതിന് വേണ്ടി ഞാനിതാ പൊട്ടിയ ഗ്ലാസ് ജാർ എടുത്ത് കൊണ്ട് കാണിച്ചു തരികയാണ്. ഗ്ലാസ് ജാറിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയി. ആ ജാറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഈ ഭരണിയിൽ അച്ചാറിട്ട് വെച്ചേക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം ടീം എന്ന് പറഞ്ഞിട്ട് താഴത്തോട്ട് പോയി. അങ്ങനെ എൻ്റെ അടി പൊട്ടി താഴത്തേക്ക് പോയി, അച്ചാറൊക്കെ താഴത്തേക്ക് പോയി. അങ്ങനെ അത് കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന നേരത്താണ് എനിക്കതൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ കളയാൻ കൊണ്ടുപോയ ജാറ് ഞാൻ തിരിച്ചു കൊണ്ടുപോന്നു. ഇത് മേടിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഈ ജാറിന്. അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ഭംഗിയും കണ്ടിട്ടാണ് നമ്മൾ അച്ചാറിട്ട് വയ്ക്കാനായിട്ട് ആ ഭരണി വാങ്ങിച്ചത്. പക്ഷെ അതിന് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു 5-6 മാസം അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അതൊരു ദിവസം അച്ചാറിട്ട് വെച്ചപ്പോൾ ടിങ് പറഞ്ഞിട്ട് താഴത്തോട്ട് പൊട്ടി വീണു. പക്ഷെ അത് വളരെ മനോഹരമായിട്ടാണ് അത് പൊട്ടി വീണത്. കാരണം നമ്മൾ അളവെടുത്ത് മുറിച്ച പോലെ നല്ല അടിഭാഗം കറക്റ്റായിട്ട് പൊട്ടി താഴത്തോട്ട് വീണു. അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല. അങ്ങനെ ഞാൻ ആ മൂടിയുള്ള ഭാഗം എടുത്ത് നന്നായി അടച്ചു. ആ മൂടി വെച്ച് നന്നായിട്ട് അടച്ച് നല്ലോണം മുറുക്കി അടച്ചിട്ട് അത് താഴത്തേക്ക് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നോക്കി, വെള്ളം പോകണുണ്ടോയെന്ന്. അപ്പോൾ വെള്ളം പോകണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് നമുക്ക് ചെടി നടാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ ആ ഭാഗം മൂടിയുള്ള ഭാഗം അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതെ, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് നിറച്ച് മണ്ണിട്ടിട്ട് അതിനകത്ത് നമ്മൾ സിങ്കോണിയ പ്ലാന്റ് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി മണ്ണ് നിറയ്ക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 3/4 ഭാഗം മണ്ണിട്ട് കൊടുക്കണം. ആ മണ്ണിടുന്ന ഭാഗമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. മണ്ണ് നമ്മളിതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ അതിനകത്ത് 3/4 ഭാഗം മണ്ണ് നിറച്ച് വെച്ചോട്ടെ. അപ്പോൾ ഈ ചെടിയാണ് ഇതിനകത്ത് നമ്മൾ വെക്കാൻ പോകുന്ന ചെടി. അതിന് വേണ്ടി ആ ചെടിയുടെ ഇളപ്പുകളൊക്കെ ചെറുതായിട്ട് ചെറിയ ഇളപ്പുകളായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ചെറിയ ഇളപ്പുകളായിട്ട്. അതൊരു വലിയ ചെടിയായിരുന്നു. അതിന് ചെറുതായിട്ട് മുറിച്ച് ഇളപ്പുകളൊക്കെ മാറ്റി വയ്ക്കുന്നു. ഇനി നമ്മൾ അതിനകത്ത് ഓരോ ഇളപ്പുകളും എടുത്തിട്ട് നടാൻ തുടങ്ങണം. ഓരോ ഇളപ്പുകളായിട്ട് നമ്മൾ നടണം. കുറച്ച് വേരുള്ളതായാൽ കുറച്ച് നന്നായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ ഇത്തിരി വേരുള്ളതാണ് എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്പം വേരായിട്ടുള്ളത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചെടി പിടിക്കും. അതിനുവേണ്ടി അല്പം വേരോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ തിരിക്കുമ്പോഴും അതിന് വേരുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് പിടിച്ച് വളരാൻ അതിൻ്റെ വളർച്ച വളരെ വേഗത്തിലാവും. ചെടികൾ പെട്ടെന്ന് മണ്ണിൽ പിടിക്കാനൊരു എളുപ്പമുണ്ടാവും. അല്പം വേരോട് കൂടി വെക്കണം. ഒരു ചെടി വെക്കുമ്പോൾ അല്പം വേരോട് കൂടി വെച്ചാൽ അത് വേഗം പിടിക്കരുത്. നല്ലോണം നന്നായിട്ട് മണ്ണിലങ്ങോട്ട് ഉറപ്പിച്ച് വയ്ക്കുക. നല്ലോണം ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അതതിന് മുകളിൽ വെച്ച കാരണം നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റണില്ല. അത് താഴത്തേക്ക് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ചെടി കണ്ടോ, ഇതിൽ നമ്മൾ ചെടി വെച്ചു. അപ്പം നമ്മൾ ഉപയോഗമില്ലാണ്ട് കളയാൻ പോയ ഗ്ലാസ് ജാറിലാണ് ഇപ്പോൾ ചെടി വെച്ചിരിക്കുന്നത്.
ഇനി നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മളതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലോ സ്വീകരണ മുറിയിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് വയ്ക്കാം. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഈ ചെടി വയ്ക്കാം. ഈ ചെടിയുടെ പേരാണ് സിങ്കോണിയ. ഇതുപോലെ ഒത്തിരി ചെടികളുണ്ട്. ഇത് സിങ്കോണിയത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിന് നമ്മൾ സിങ്കോണിയ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചെടികളൊക്കെ സിങ്കോണിയ വർഗത്തിൽപ്പെട്ട ചെടികളാണ്. സിങ്കോണിയത്തിൽപ്പെട്ട ചെടിയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് വളരും, പെട്ടെന്ന് വളരും. ഇതിൻ്റെ വളർച്ച ഭയങ്കര ത്വരിത വേഗത്തിലാണ്. വലിയ ചട്ടികളിലേക്ക് വേണമെങ്കിൽ മാറ്റാം. വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ വലിയ ചട്ടികളിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. ഇത് പെട്ടെന്ന് വളരുന്ന ചെടിയാണ്. ഇത് മുകളിലേക്ക് നമുക്ക് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താൻ പറ്റിയ ചെടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ നല്ല ബുഷായിട്ട് നമുക്ക് വെട്ടി നിർത്തി വളർത്താം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിൻ്റെ താഴത്തേക്ക് ഞാൻ നടക്കുന്ന ചെടികളൊക്കെ ഇലകളൊക്കെ മുറിച്ചെടുക്കുക. ഇതിനൊന്നും കൂടി ഭംഗിയായിട്ട് നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് ഞാൻ കിടക്കുന്ന ഇലകളൊക്കെ ഞാൻ മുറിച്ച് കളയാം. അപ്പോൾ മുകളിലേക്ക് നല്ല ഭംഗിയായിട്ട് പൊങ്ങി നിൽക്കുന്ന പോലെ വരും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിട്ട് അലങ്കരിക്കാം. ആ ചില്ലിൻ്റെ ആ ഡിസൈനുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് നല്ല പെയിൻറ്റുകൾ, നല്ല കളർ പെയിൻറ്റുകളൊക്കെ അടിച്ചു കൊടുത്താൽ ഒന്നും കൂടി ഇത് ഭംഗിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഷെല്ലുകൾ ആ ചെല്ലുകളും ഒട്ടിച്ച് വെച്ചാലും ഭംഗി കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെയാണ് എൻ്റെ പ്രചോദനം. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.